100 കിലോമീറ്ററിലധികം നീളമുണ്ട് ദേശീയപാത 66 ആലപ്പുഴ ജില്ലയിൽ. കൃഷ്ണപുരം മുതൽ തുറവൂർ വരെ ഹൈവേയുടെ വീതി കൂട്ടലും തുറവൂർ മുതൽ അരൂർ വരെ ഉയരപ്പാത നിർമ്മാണവും അതിവേഗതയിൽ പുരോഗമിക്കുകയാണ്. ജോലിയുടെ വേഗത പലപ്പോഴും കരാർ കമ്പനികളുടെ വാഹനങ്ങൾക്കുമുണ്ട്. ഒരു വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞത് 10 പേർക്കെങ്കിലും നിർമ്മാണ കമ്പനികളുടെ വാഹനങ്ങളുമായി ഉണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ കാര്യമായി മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. കുറച്ചധികം പേർക്ക് ജീവൻ നഷ്ടമായ ശേഷമാണ് പേരിനെങ്കിലും ബോർഡുകൾ സ്ഥാപിച്ചത്. മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതിനെ തുടർന്ന് അപകടങ്ങൾ പതിവായതോടെ പലയിടത്തും നാട്ടുകാർ പ്രതിഷേധിച്ചു. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നതിനെ തുടർന്ന് ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും അപകടങ്ങൾ തുടരുന്നു. ആഴ്ചയിൽ ഒരു ജീവനെങ്കിലും ദേശീയപാതയിൽ ഉണ്ടാകുന്ന അപകടത്തിൽ പൊലിയുന്നുണ്ട്. രാത്രിയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു കാരണം തെരുവിളക്കുകളില്ലാത്തതാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 6 MBBS വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന്റെ ഒരു കാരണവും വെളിച്ചക്കുറവായിരുന്നു. റോഡിന് വീതി കൂട്ടിയതോടെ വൈദ്യുതി പോസ്റ്റുകളെല്ലാം മാറ്റി സ്ഥാപിച്ചു. ജോലികൾ പൂർണ്ണമായി പൂർത്തിയായതിനു ശേഷമേ വഴിവിളക്കുകൾ സ്ഥാപിക്കുള്ളൂ. യാത്രകൾ ശുഭകരമായി അവസാനിക്കണമെങ്കിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ജാഗ്രതയുണ്ടാകണം. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.